നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ കാലാവധിക്ക് സമാപനം. വ്യാഴാഴ്ച മുതൽ ഉദ്യോഗസ്ഥ ഭരണം. അവസാന ദിനം നടന്ന പഞ്ചായത്ത് യോഗങ്ങൾ വികാരനിർഭരം. തദ്ദേശ തിരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം വ്യാഴാഴ്ച ഇറങ്ങും. വ്യാഴാഴ്ച മുതൽ ഈ മാസം 19 വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. നാട് തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക്. പലയിടത്തും സീറ്റ് വിഭജനം പൂർത്തിയായെങ്കിലും സ്ഥാനാർത്ഥി നിർണയം വൈകുന്നു. സംസ്ഥാനത്ത് ഇന്ന് 7007 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 6152 പേർക്ക് സമ്പർക്കം മൂലം രോഗബാധ. 7252 പേർക്ക് രോഗമുക്തി. 29 മരണങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്തു. തൃശൂർ ജില്ലയിൽ 966 പേർക്ക് കൂടി കോവിഡ്. 943 പേർ രോഗമുക്തരായി. വിശദമായ വാർത്തകളിലേക്ക്. ആദ്യം നാട്ടങ്കം. തദ്ദേശ തെരഞ്ഞെടുപ്പ് വാർത്തകൾ. തദ്ദേശ തിരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം വ്യാഴാഴ്ച ഇറങ്ങും. വ്യാഴാഴ്ച മുതൽ ഈ മാസം 19 വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. 20-ന് പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടക്കും. 23 വരെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാം. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം കമ്മീഷൻ പുറപ്പെടുവിക്കുന്നതിനൊപ്പം അതതു വരണാധികാരികൾ തെരഞ്ഞെടുപ്പ് നോട്ടീസ് പരസ്യപ്പെടുത്തുന്നതോടെയാണ് പത്രികകൾ സ്വീകരിച്ചു തുടങ്ങുന്നത്. 12 മുതൽ 19 വരെയുള്ള പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 11-നും 3-നും ഇടയ്ക്ക് പത്രികകൾ സമർപ്പിക്കാം. തദ്ദേശ സ്ഥാപനത്തിലെ വോട്ടർ പട്ടികയിൽ പേരുള്ളവർക്ക് മാത്രമേ അവിടുത്തെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാകൂ. 21 വയസ്സാണ് കുറഞ്ഞ പ്രായപരിധി. ഗ്രാമപഞ്ചായത്തിൽ മത്സരിക്കുന്നതിന് 1000 രൂപയും ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളിൽ യഥാക്രമം 2000, 3000 രൂപ വീതവും നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം കെട്ടിവെക്കണം. മുനിസിപ്പാലിറ്റികളിൽ 2000 രൂപയും കോർപ്പറേഷനിൽ 3000 രൂപയുമാണ് കെട്ടിവെക്കേണ്ടത്. പട്ടിക വിഭാഗക്കാർ പകുതി തുക നൽകിയാൽ മതി. ന്യൂസ് ഡെസ്ക് CCTV. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ കാലാവധിക്ക് സമാപനം. സംസ്ഥാനത്തെ തദ്ദേശ ഭരണ സമിതികളുടെ കാലാവധി ബുധനാഴ്ച വൈകിട്ടോടെയാണ് അവസാനിച്ചത്. തിരഞ്ഞെടുപ്പിന് ശേഷം പുതിയ ഭരണസമിതി അധികാരമേൽക്കുന്നതുവരെ ഉദ്യോഗസ്ഥരാണ് ഇനി ഭരണം നടത്തുക. ഉദ്യോഗസ്ഥ ഭരണത്തിനായുള്ള കമ്മിറ്റികൾ രൂപീകരിച്ച് കഴിഞ്ഞയാഴ്ച തന്നെ സർക്കാർ ഉത്തരവിറക്കിയിരുന്നു. ഗ്രാമപഞ്ചായത്തുകളിൽ സെക്രട്ടറി, അസിസ്റ്റന്റ് എഞ്ചിനീയർ, കൃഷി ഓഫീസർ എന്നിവരടങ്ങുന്ന കമ്മിറ്റിയാണ് വ്യാഴാഴ്ച മുതൽ ഭരണം നിയന്ത്രിക്കുക. ബ്ലോക്ക് പഞ്ചായത്തിൽ സെക്രട്ടറി, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ എന്നിവരും ജില്ലാ പഞ്ചായത്തിൽ കളക്ടർ, സെക്രട്ടറി, ദാരിദ്ര്യ ലഘൂകരണ വിഭാഗം പ്രൊജക്ട് ഡയറക്ടർ എന്നിവരുമാണ് ഭരണം നിയന്ത്രിക്കുക. മുനിസിപ്പാലിറ്റികളിൽ സെക്രട്ടറി, മുനിസിപ്പൽ എഞ്ചിനീയർ, സംയോജിത ശിശുവികസന പദ്ധതിയുടെ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ എന്നിവർ ഭരണത്തിന് നേതൃത്വം നൽകും. കോവിഡ് രോഗവ്യാപനത്തിന്റെ സാഹചര്യത്തിൽ കാലാവധി തീരുന്നതിന് മുൻപ് തിരഞ്ഞെടുപ്പ് നടത്താൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഭരണ ചുമതല ഉദ്യോഗസ്ഥർക്ക് കൈമാറുന്ന അസാധാരണ നടപടി കൈക്കൊണ്ടിട്ടുള്ളത്. ശബ്ദകോലാഹലങ്ങളില്ലാതെ വികാരനിർഭരമായ അന്തരീക്ഷത്തിൽ പുന്നയൂർക്കുളം പഞ്ചായത്ത് ഭരണസമിതിയുടെ അവസാന യോഗം. അംഗങ്ങൾ ഒരുമയോടുകൂടി പ്രവർത്തിച്ചതിന്റെ ഫലമായാണ് കേരളത്തിലെ മികച്ച പഞ്ചായത്തുകളിലൊന്നായി പുന്നയൂർക്കുളം പഞ്ചായത്തിന് മാറാൻ കഴിഞ്ഞതെന്ന് യോഗത്തിൽ അധ്യക്ഷനായ പഞ്ചായത്ത് പ്രസിഡന്റ് എ.ഡി. ധനി പറഞ്ഞു. വികസനങ്ങൾ എണ്ണി പറഞ്ഞ് ഓരോ പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിക്കാൻ കഴിഞ്ഞതിൽ വളരെ ചാരിതാർത്ഥ്യം ഉണ്ടെന്നും ഭരണത്തുടർച്ചയുടെ എല്ലാ അവസരങ്ങളും ഒരുക്കിയാണ് ഈ ഭരണസമിതി പടിയിറങ്ങുന്നത് എന്നും വികാരനിർഭരമായ വാക്കുകളിലൂടെ പ്രസിഡന്റ് പറഞ്ഞു. തുടർന്ന് ഭരണനിർവഹണ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ മെമ്പർമാർക്ക് യാത്രയയപ്പ് നൽകി. സെക്രട്ടറി ഷിബുദാസ് കൊമേരി സ്വാഗതം പറഞ്ഞു. വൈസ് പ്രസിഡന്റ് മൈമുന, സ്റ്റാൻഡിംഗ് കമ്മിറ്റി മെമ്പർമാരായ ജാസ്മിൻ ഷഹീർ, KS ഭാസ്കരൻ, അബിദ സഹദ്, പ്രതിപക്ഷ മെമ്പർ ഷാജി തൃപ്പറ്റ്, AM അലാവുദ്ദീൻ, മറ്റ് മെമ്പർമാരും സംസാരിച്ചു. പഞ്ചായത്ത് ജീവനക്കാരും മാധ്യമപ്രവർത്തകരും പൊതുപ്രവർത്തകരും യോഗത്തിൽ പങ്കെടുത്തു. പഞ്ചായത്തിലെത്തിയവർക്ക് മധുരവിതരണവും ഉണ്ടായിരുന്നു. CCTV ന്യൂസ്, പുന്നയൂർക്കുളം. സൗഹൃദം പുതുക്കിയും ഏറ്റുപറച്ചിലുകൾ നടത്തിയും പുന്നയൂർ പഞ്ചായത്തിന്റെ അവസാന ഭരണസമിതി യോഗം. ഇനി പുതിയ ഭരണസമിതി അധികാരത്തിൽ വരുന്നതുവരെ ഉദ്യോഗസ്ഥർ പഞ്ചായത്ത് ഭരിക്കും. പഞ്ചായത്തിന്റെ ഭരണ നേട്ടങ്ങളിൽ പ്രതിപക്ഷത്തിന്റെ സഹായ സഹകരണം വളരെ വിലപ്പെട്ടതായിരുന്നെന്ന് പ്രസിഡന്റ് ബുഷറ കുന്നമ്പത്ത് വ്യക്തമാക്കി. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളടക്കം 20 മെമ്പർമാരും സമാപന യോഗത്തിൽ പങ്കെടുത്തു. സെക്രട്ടറി PB സുഭാഷ് മെമ്പർമാർക്ക് യാത്രാമംഗളങ്ങൾ നേർന്നു. തിരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതിയുടെ കാലാവധി അവസാനിച്ചതോടെ ഉദ്യോഗസ്ഥരോടും സഹപ്രവർത്തകരോടും യാത്ര പറഞ്ഞ് ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് KS കരീം പടിയിറങ്ങി. തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്ക് 2015 അധികാരമേറ്റ ഭരണസമിതികൾ ബുധനാഴ്ച കാലാവധി അവസാനിച്ച സാഹചര്യത്തിലാണ് പടിയിറക്കം.
ഭരണസമിതികളുടെ കാലപരിധിക്കുള്ളിൽ കോവിഡ് പ്രതിസന്ധി മൂലം തെരഞ്ഞെടുപ്പ് നടത്താനോ പുതിയ ഭരണസമിതികൾക്ക് അധികാരമേൽക്കാനോ കഴിയാത്ത സാഹചര്യത്തിലാണ് ഭരണസമിതികളുടെ കാലാവധിക്ക് സമാപനം കുറിച്ചത്. സമാപന ദിവസം രാവിലെ മുതൽ വിവിധ യോഗങ്ങളും ഫയൽ തീർപ്പാക്കലുമായി പ്രസിഡന്റ് KS കരീം ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ തിരക്കിലായിരുന്നു. പ്രധാനപ്പെട്ട ഫയലുകളിൽ ഒപ്പുവെച്ച ശേഷം കരീം, മുൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ MK ആന്റണി എന്നിവർ ഉദ്യോഗസ്ഥരുടെ അടുത്തെത്തി യാത്ര പറയുകയും സെക്രട്ടറി PA ശൈല, വിവിധ സെക്ഷനുകളിലെ മേധാവികൾ, മറ്റ് ജീവനക്കാർ എന്നിവരോട് ഇതുവരെയുള്ള സഹകരണത്തിന് നന്ദി പറയുകയും ചെയ്ത ശേഷം ഓഫീസിൽ നിന്നും പടിയിറങ്ങി. തെരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക് പ്രവേശിക്കുന്ന ഘട്ടത്തിൽ നിലവിലെ അംഗങ്ങൾ വീണ്ടും മത്സരിക്കുകയും ജനപ്രതിനിധികളായി വീണ്ടും പഞ്ചായത്തിലെത്തുകയും ചെയ്യാനുള്ള സാധ്യതയും ഏറെയാണ്. CCTV ന്യൂസ്, കേച്ചേരി. വേലൂർ പഞ്ചായത്തിന്റെ തദ്ദേശ ഭരണ സ്ഥാനമൊഴിയലിന്റെ ഭാഗമായി നടന്ന അവസാന ഭരണസമിതി യോഗം സൗഹൃദം പുതുക്കലിന്റെയും ഏറ്റുപറച്ചിലുകളുടേതുമായി. അംഗങ്ങളിൽ ചിലർ പുതിയ ഭരണസമിതിയിലെ അംഗത്വം പ്രതീക്ഷിച്ചിരിക്കുന്നവരുമുണ്ട്. മെമ്പർമാർക്കൊക്കെ എല്ലാവർക്കും മൊമെന്റോ നൽകി. മധുര പലഹാര വിതരണവും ഉണ്ടായി. ഇനി പുതിയ ഭരണസമിതി അധികാരത്തിൽ വരുന്നതുവരെ സെക്രട്ടറിക്കാണ് പഞ്ചായത്തിന്റെ ചുമതല. ചാവക്കാട് നഗരസഭയിൽ LDF-ന്റെയും UDF-ന്റെയും സീറ്റ് വിഭജനം പൂർത്തിയായി. LDF-ൽ CPM 27-ാം വാർഡിൽ മത്സരിക്കും. 5 വാർഡ് CPI-ക്ക് നൽകി. 4, 23, 5, 8, 9 എന്നീ വാർഡുകളിലാണ് CPI മത്സരിക്കുന്നത്. UDF-ൽ 24 വാർഡുകളിൽ കോൺഗ്രസ് മത്സരിക്കും. 7 വാർഡ് ലീഗിന്, 1 വാർഡ് കേരള കോൺഗ്രസിന് എന്നിങ്ങനെയാണ് സീറ്റ് വിഭജനം പൂർത്തിയാക്കിയിരിക്കുന്നത്. മുസ്ലിം ലീഗ് 1, 15, 17, 19, 20, 30, 31 എന്നീ വാർഡുകളിൽ മത്സരിക്കും. കേരള കോൺഗ്രസ് വാർഡ് 12-ൽ മത്സരിക്കും. എന്നാൽ ഇരു മുന്നണികളുടെയും സ്ഥാനാർത്ഥി നിർണയം പൂർത്തീകരിച്ചിട്ടില്ല. BJP-യുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വ്യാഴാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കാട്ടക്കമ്പാൽ പഞ്ചായത്തിൽ BJP ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. 16-അംഗ സീറ്റിലേക്ക് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി ഉൾപ്പെടെ 10 പേരെയാണ് ആദ്യം പ്രഖ്യാപിച്ചത്. BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് യോഗം ഉദ്ഘാടനം ചെയ്തു. കുന്നുകുളം നിയോജകമണ്ഡലം പ്രസിഡന്റ് സുഭാഷ് പാക്കത്ത്, ജനറൽ സെക്രട്ടറി PJ ജെബിൻ, OBC മോർച്ച ജില്ലാ പ്രസിഡന്റ് KS രാജേഷ്, രജീഷ് ഐനൂർ, പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് CG സുധീഷ്, PK സാജു എന്നിവർ പ്രസംഗിച്ചു. അജിത സുരേന്ദ്രൻ 1-ാം വാർഡ് ഇസ്രായേൽ, TV പ്രസാദ് 2-ാം വാർഡ് രാമപുരം, സിജ ഉത്തമൻ 3-ാം വാർഡ് കരിയാമ്പ്ര, സന്തോഷ് 6-ാം വാർഡ് ഐനൂർ വെസ്റ്റ്, CC ട്വിങ്കിൾ 10-ാം വാർഡ് ജെറുസലേം, MK ശ്രീകാന്ത 11-ാം വാർഡ് പട്ടിത്തളം, പ്രദീപ് കൂനത്ത് 12-ാം വാർഡ് മൂലേപ്പാട്, ഷീന സുധാകരൻ 13-ാം വാർഡ് പെങ്ങാമുക്ക്, അനിൽകുമാർ കണ്ടംപുള്ളി NDA സ്വതന്ത്രൻ 14-ാം വാർഡ് കാഞ്ഞിരത്തിങ്കൽ, റോഷ്ന അരുൺ 16-ാം വാർഡ് പാലാട്ടുമുറി എന്നിവരാണ് മത്സരിക്കുന്നത്. ചൂണ്ടൽ പഞ്ചായത്ത് 5-ാം വാർഡ്, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത്, കേച്ചേരി ഡിവിഷൻ എന്നിവിടങ്ങളിലെ ലീഗ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ചൂണ്ടൽ പഞ്ചായത്ത് 5-ാം വാർഡിൽ നജ്ല സിറാജുദ്ദീൻ, ചൊവ്വന്നൂർ ബ്ലോക്ക് കേച്ചേരി ഡിവിഷനിൽ റഫ്ന ആഷിഖ് എന്നിവരെയാണ് സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിച്ചത്. UDF-ലെ ധാരണയനുസരിച്ച് പട്ടിക്കര ഗ്രാമപഞ്ചായത്ത് വാർഡും കേച്ചേരി ബ്ലോക്ക് ഡിവിഷനും മുസ്ലിം ലീഗിന് അനുവദിച്ചിരുന്നു. ഇതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം ചേർന്ന ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി യോഗമാണ് സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചത്. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് VK യൂസഫ് മാസ്റ്റർ അധ്യക്ഷനായി. ജില്ലാ നിർവാഹക സമിതി അംഗം PA സാദിഖ്, മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി PK പരീത്, പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികളായ സെയ്ദലവി, സുധീർ പെരുമണ്ണ്, സലിം എന്നിവർ യോഗത്തിൽ സംസാരിച്ചു. ലീഗിന്റെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായെങ്കിലും മുഖ്യകക്ഷിയായ കോൺഗ്രസിലെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ എങ്ങുമെത്തിയിട്ടില്ല. CCTV ന്യൂസ്, കേച്ചേരി. പുനിയൂർ പഞ്ചായത്തിൽ CPM-ന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്നു. പഞ്ചായത്തിലെ 20 സീറ്റിൽ 3 സീറ്റുകൾ CPI-ക്കാണ്. 1, 12, 19 എന്നീ സീറ്റുകളിലാണ് CPI മത്സരിക്കുക. ബാക്കി വരുന്ന 17 സീറ്റുകളിൽ 13 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിച്ചത്. 4 വാർഡുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ പിന്നീട് പ്രഖ്യാപിക്കും. വാർഡ് 4-ൽ സെലീന നാസർ, 5-ാം വാർഡിൽ സുഹറ ബക്കർ, 6-ാം വാർഡിൽ ഷൈബ ദിനേശൻ, 7-ാം വാർഡിൽ മിനി ശിവദാസൻ, 9-ാം വാർഡ് അബൂബക്കർ അയ്യത്തയിൽ, വാർഡ് 10-ൽ രജനി ടീച്ചർ, വാർഡ് 11 MK അറാഫത്ത്, വാർഡ് 13 AC ബാലകൃഷ്ണൻ, 14-ൽ ഷമീം അഷ്റഫ്, 15-ൽ TV സുരേന്ദ്രൻ, 18-ൽ ചിതു രാജേഷ്, 20-ൽ ഷാജി കൊഞ്ചാടത്ത് എന്നിവരാണ് LDF-ന് വേണ്ടി ജനവിധി തേടുന്നത്. BJP കടപ്പുറം പഞ്ചായത്തിലെ ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. 1-ാം വാർഡിൽ വർഷമണികണ്ഠൻ, 2-ാം വാർഡിൽ തുളസി ഫൽഗുനൻ, 3-ാം വാർഡ് ഷീജ രാധാകൃഷ്ണൻ, 4-ാം വാർഡ് ഷൺമുഖൻ MK, 5-ാം വാർഡ് ബോഷി ചാണാശ്ശേരി,
16-ാം വാർഡിൽ ഗണേഷ് എന്നിവർ സ്ഥാനാർത്ഥികളാകും. BJP നിയോജകമണ്ഡലം സെക്രട്ടറി KR ബൈജുവാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്തിലെ 10 വാർഡുകളിൽ മത്സരിക്കുമെന്നും മുഖ്യ പ്രതിപക്ഷമായി BJP മാറുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ഗണേഷ് ശിവജി പറഞ്ഞു. നിലവിൽ 2-ാം വാർഡ് മെമ്പറായിരുന്ന MK ഷൺമുഖൻ വാർഡിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ വികസന രേഖയായി പ്രസിദ്ധീകരിച്ചു. പ്രഖ്യാപന ചടങ്ങിൽ മുഖ്യ സംയോജകൻ ബിജേഷ്, വൈസ് പ്രസിഡന്റ് ബാലകൃഷ്ണൻ മാട്ടുമൽ, സെക്രട്ടറി ആച്ചി രാജേഷ്, യുവമോർച്ച മണ്ഡലം സെക്രട്ടറി പ്രസന്നൻ ബ്ലാങ്ങാട്, കർഷക മോർച്ച മണ്ഡലം ജനറൽ സെക്രട്ടറി ബാബുരാജ്, സജിൻ ആലുങ്ങൽ, രതീഷ് AR തുടങ്ങിയവർ സംസാരിച്ചു. CCTV ന്യൂസ്, ചാവക്കാട്. കടങ്ങോട് പഞ്ചായത്ത് BJP ആദ്യഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി. BJP കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് അഭിലാഷ് കടങ്ങോടിന്റെ അധ്യക്ഷതയിൽ OBC മോർച്ച ജില്ലാ പ്രസിഡന്റ് KS രാജേഷ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി. 1-ാം വാർഡിൽ PN സരിത സച്ചിദാനന്ദൻ, 3-ാം വാർഡിൽ PK രമ്യ വിനോദ്, 4-ാം വാർഡിൽ അഭിലാഷ് കടങ്ങോട്, 5-ാം വാർഡ് KN വേണുഗോപാൽ, 11-ാം വാർഡിൽ സുഭാഷ് ആദൂർ, 12-ാം വാർഡിൽ രാജു AL, 13-ാം വാർഡിൽ ഗീതാ പ്രഭാകരൻ, 14-ാം വാർഡിൽ ഉദയൻ AL എന്നിവരെ പ്രഖ്യാപിച്ചു. നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ജെബിൻ, സുഭാഷ് എന്നിവർ പങ്കെടുത്തു. ചൊവ്വന്നൂർ പഞ്ചായത്തിലെ SDPI സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായി. SDPI കുന്നുംകുളം മണ്ഡലം സെക്രട്ടറി റാഫി താഴത്തേതിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. പഞ്ചായത്തിലെ 6-ാം വാർഡ് പഴുന്നാന തെക്കുമുറി KM ഷഹീദ്, 5-ാം വാർഡ് പഴുന്നാന ഷാമില കെബീർ എന്നിവരാണ് സ്ഥാനാർത്ഥികൾ. മണ്ഡലം പ്രസിഡന്റ് KK കെബീർ അധ്യക്ഷനായിരുന്നു. SDPI പഞ്ചായത്ത് പ്രസിഡന്റ് KM ഷഹീദ്, സെക്രട്ടറി MA ഷുഹൈബ് എന്നിവർ സംബന്ധിച്ചു. ചൊവ്വന്നൂർ പഞ്ചായത്തിൽ ഭരണ തുടർച്ചയ്ക്കായാണ് CPM-ഉം തിരിച്ചുപിടിക്കാൻ കോൺഗ്രസും പോരിനിറങ്ങുമ്പോൾ SDPI സീറ്റ് നിലനിർത്താനും പുതിയവ നേടാനുമുള്ള ശ്രമത്തിലാണ്. BJP-യും ഇക്കുറി ശക്തമായി മത്സര രംഗത്തുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ ചൊവ്വന്നൂർ പഞ്ചായത്തിൽ മുന്നണികൾ പ്രതീക്ഷയിലാണ്. 5 വർഷത്തെ ഭരണത്തിന്റെ നേട്ടങ്ങളും മേന്മകളും ഉയർത്തിക്കാട്ടി ഭരണം തുടരാൻ LDF-ഉം ഭരണസമിതിയുടെ വീഴ്ചകളും വാഗ്ദാന ലംഘനങ്ങളും ചൂണ്ടിക്കാട്ടി UDF-ഉം തെരഞ്ഞെടുപ്പിന് തയ്യാറാകുമ്പോൾ സീറ്റുകളുടെ എണ്ണത്തിലെ വർധനവിൽ പ്രതീക്ഷയർപ്പിച്ചാണ് SDPI തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. കഴിഞ്ഞ 5 വർഷമായി ചൊവ്വന്നൂർ പഞ്ചായത്തിന്റെ ഭരണം കൈയാളുന്നത് CPM ആണ്. 13 വാർഡുകളുള്ള പഞ്ചായത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 8 സീറ്റ് നേടിയാണ് LDF അധികാരത്തിലെത്തിയത്. കോൺഗ്രസിന് 4 വാർഡിലും SDPIക്ക് 1 വാർഡിലും ജയിക്കാൻ കഴിഞ്ഞു. 5-ാം വാർഡ് പഴുന്നാനയിൽ വിജയിച്ചാണ് SDPI പഞ്ചായത്ത് ഭരണത്തിൽ പങ്കാളിയായത്. ആകെ വാർഡുകളിൽ 10 വാർഡുകൾ CPM-ന് ഉറച്ചതാണെന്ന് പറയുമ്പോൾ 8 വാർഡുകൾ കോൺഗ്രസും ഉറപ്പിക്കുന്നുണ്ട്. മറ്റ് സീറ്റുകൾ മുൻകാലങ്ങളിൽ മാറിമറിഞ്ഞിട്ടുള്ളവയാണ്. എന്നിരുന്നാലും നിലവിലെ സീറ്റുകൾ നിലനിർത്തുന്നതോടൊപ്പം കൂടുതൽ സീറ്റുകൾ പിടിച്ചെടുക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് ഇരു കക്ഷികളും. അതേസമയം നിലവിലെ 5-ാം വാർഡും തങ്ങൾക്ക് സ്വാധീനമുള്ള മറ്റ് 2 വാർഡുകളും കൂടി പിടിച്ചെടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് SDPI. SDPI സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോൺഗ്രസിലും CPM-ലും ധാരണകളായിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇവരുടെയും സ്ഥാനാർത്ഥി പ്രഖ്യാപനമുണ്ടാകും. CCTV ന്യൂസ്, കുന്നംകുളം. കടങ്ങോട് പഞ്ചായത്തിലെ SDPI സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. 5, 10, 17 വാർഡുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ കുന്നുംകുളം മണ്ഡലം സെക്രട്ടറി റാഫി താഴത്തേതിലാണ് പ്രഖ്യാപിച്ചത്. ചടങ്ങിൽ SDPI പഞ്ചായത്ത് പ്രസിഡന്റ് ഷെഫീഖ് പന്നിത്തടം, മണ്ഡലം കമ്മിറ്റി അംഗം തൗഫീഖ് പന്നിത്തടം എന്നിവർ പങ്കെടുത്തു. വടക്കേക്കാട് പഞ്ചായത്ത് കാര്യാലയത്തിൽ തെരഞ്ഞെടുപ്പ് വരണാധികാരിയുടെ നേതൃത്വത്തിൽ അംഗീകൃത രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം വിളിച്ചു ചേർത്തു. കോവിഡ് പശ്ചാത്തലത്തിൽ സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രികാ സമർപ്പണം മുതൽ പാലിക്കേണ്ട ചട്ടങ്ങളും നടപടിക്രമങ്ങളും യോഗത്തിൽ വരണാധികാരിയായ ചാവക്കാട് AD മനോജ് വിശദീകരിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി സുബ്രഹ്മണ്യൻ, ജൂനിയർ സെക്രട്ടറി സാജൻ, വടക്കേക്കാട് SI സന്തോഷ്, വിവിധ പാർട്ടി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. ജാഗ്രത തുടരണം. സംസ്ഥാനത്ത് ഇന്ന് 7007 പേർക്ക് COVID-19 സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 64,192 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10.91 ആണ്. 29 മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ചതോടെ ആകെ മരണം 1771 ആയി. രോഗം സ്ഥിരീകരിച്ചവരിൽ 86 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 6152 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 717 പേരുടെ സമ്പർക്കുറവിടം വ്യക്തമല്ല. 52 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം ബാധിച്ചു. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 7252 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി.
തൃശൂർ ജില്ലയിൽ ബുധനാഴ്ച 966 പേർക്ക് കൂടി COVID-19 സ്ഥിരീകരിച്ചു. 943 പേർ രോഗമുക്തരായി. ജില്ലയിൽ രോഗബാധിതരായി ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 9078 ആണ്. തൃശൂർ സ്വദേശികളായ 92 പേർ മറ്റു ജില്ലകളിൽ ചികിത്സയിൽ കഴിയുന്നു. ജില്ലയിൽ ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 48,580 ആണ്. 39,145 പേരെയാണ് ആകെ രോഗമുക്തരായി ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തത്. ബുധനാഴ്ച സമ്പർക്കം വഴി 952 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. കൂടാതെ 5 ആരോഗ്യ പ്രവർത്തകർക്കും സംസ്ഥാനത്തിന് പുറത്തുനിന്നെത്തിയ 2 പേർക്കും രോഗ ഉറവിടം അറിയാത്ത 7 പേർക്കും രോഗബാധ ഉണ്ടായി. രോഗബാധിതരിൽ 60 വയസ്സിന് മുകളിൽ 63 പുരുഷന്മാരും 76 സ്ത്രീകളും 10 വയസ്സിന് താഴെ 14 ആൺകുട്ടികളും 39 പെൺകുട്ടികളുമുണ്ട്. ഗുരുവായൂർ നഗരസഭാ പരിധിയിൽ 18 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. തൈക്കാട് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന് കീഴിൽ നടത്തിയ ആന്റിജൻ പരിശോധനയിൽ 4 പേർക്കും വിവിധ ആശുപത്രികളിലായി നടത്തിയ RT-PCR പരിശോധനയിൽ 14 പേർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. അർബൻ സോണിൽ 12ഉം തൈക്കാട് സോണിൽ 4ഉം പൂക്കോട് സോണിൽ 2 പേരുമാണ് രോഗികളായത്. നഗരസഭാ പരിധിയിൽ പുതിയ കണ്ടെയ്ൻമെന്റ് സോണുകൾ ഇല്ല. ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ ബുധനാഴ്ച നടത്തിയ ആന്റിജൻ പരിശോധനയിൽ ഒരു വീട്ടിലെ 10 പേർ ഉൾപ്പെടെ 13 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഈ 10 പേർ ഉൾപ്പെടെ 12 പേർ ചാവക്കാട് നഗരസഭയിൽപ്പെട്ടവരും ഒരാൾ ഒരുമനയൂർ സ്വദേശിയുമാണ്. ആകെ 59 പേർക്ക് പരിശോധന നടത്തി. ചൂണ്ടൽ പഞ്ചായത്തിൽ ബുധനാഴ്ച രോഗം സ്ഥിരീകരിച്ചത് 11 പേർക്ക്. 6 സ്ത്രീകൾക്കും 5 പുരുഷന്മാർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. പയ്യൂർ, ചൂണ്ടൽ, പെരുമണ്ണ, ചിറനല്ലൂർ, മണലി എന്നീ പ്രദേശങ്ങളിലുള്ളവർക്കാണ് ബുധനാഴ്ച നടത്തിയ പരിശോധനയിൽ പോസിറ്റീവായത്. കടവല്ലൂർ പഞ്ചായത്തിൽ ഇന്നലെ 14 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ രോഗം സ്ഥിരീകരിച്ചവരുടെ പ്രാഥമിക സമ്പർക്ക പട്ടികയിൽപ്പെട്ട 36 പേർക്ക് നടത്തിയ പരിശോധനയിൽ 7 പേർക്കും മറ്റ് ആശുപത്രികളിൽ നടത്തിയ പരിശോധനയിൽ 7 പേർക്കും രോഗം സ്ഥിരീകരിച്ചു. പഞ്ചായത്തിലെ 7, 8 വാർഡുകളിൽ ഓരോരുത്തർക്കും, വാർഡ് 12-ൽ 3 പേർക്കും 19-ാം വാർഡിൽ 2 പേർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. വിവിധ ആശുപത്രികളിൽ നടന്ന പരിശോധനയിൽ 6-ാം വാർഡിൽ ഒരു കുടുംബത്തിലെ 4 പേർക്കും 16-ാം വാർഡിൽ 2 പേർക്കും 7-ാം വാർഡിൽ ഒരാൾക്കുമാണ് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചത്. കടവല്ലൂരിൽ ഇന്ന് 3 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 16-ാം വാർഡിൽ 3 പുരുഷന്മാർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. പോർക്കുളം പഞ്ചായത്തിലെ 4-ാം വാർഡ് പോർക്കുളം വെസ്റ്റിൽ ഒരു പുരുഷനും രോഗം സ്ഥിരീകരിച്ചു. കണ്ടാണശ്ശേരി പഞ്ചായത്തിൽ ബുധനാഴ്ച രോഗം സ്ഥിരീകരിച്ചത് 2 പേർക്ക്. 8-ാം വാർഡിൽ 62 വയസ്സുള്ള സ്ത്രീക്കും 12-ാം വാർഡിൽ 56 വയസ്സുള്ള പുരുഷനുമാണ് രോഗം സ്ഥിരീകരിച്ചത്. എരുമപ്പെട്ടി പഞ്ചായത്ത് കുട്ടഞ്ചേരി 4-ാം വാർഡിൽ മികച്ച രീതിയിലുള്ള കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ രാംകുമാറിനെയും ആശാവർക്കർ പ്രസീത ശശിധരനെയും ആദരിച്ചു. RRTയുടെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ വാർഡ് മെമ്പർ VC ബിനോജ് മാസ്റ്റർ ഇരുവർക്കും പൊന്നാടയണിയിച്ചു. കുടുംബശ്രീ ADS സെക്രട്ടറി രജിത രമേശ്, പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ, അങ്കണവാടി വർക്കർ സുജാത തുടങ്ങിയവർ പങ്കെടുത്തു. മറ്റു വാർത്തകളിലേക്ക്. കടപ്പുറം വെളിച്ചെണ്ണപ്പടയിൽ STPI DYFI സംഘർഷവുമായി ബന്ധപ്പെട്ട് ഒരു STPI പ്രവർത്തകനെ അറസ്റ്റ് ചെയ്തു. കടപ്പുറം പുതിയങ്ങാടി ബുഖാറയിൽ ആഷിഖിനെയാണ് ചാവക്കാട് SHO അനിൽ ടീമേപ്പുള്ളി, SIUK ഷാജഹാൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള രാഷ്ട്രീയ ചിഹ്നങ്ങൾ വരയ്ക്കുന്നതിനെ ചൊല്ലിയുള്ള വാക്കുതർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. സംഘർഷത്തിൽ 6 SFI പ്രവർത്തകർക്കും 5 STPI പ്രവർത്തകർക്കും പരിക്കേറ്റിരുന്നു. സംഭവത്തിൽ ഇരുവിഭാഗത്തിലുള്ള 13 പേർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. ഓൺലൈൻ മാധ്യമങ്ങൾ ഇനി കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ. രാജ്യത്തെ ഓൺലൈൻ മാധ്യമങ്ങളെ കേന്ദ്ര വാർത്താവിതരണ മന്ത്രാലയത്തിന് കീഴിലാക്കി. OTT, ഷോപ്പിംഗ് പോർട്ടലുകൾ തുടങ്ങിയവയ്ക്കും ഇത് ബാധകമാണ്. കേന്ദ്ര സർക്കാർ ചട്ടങ്ങൾ ഇതോടെ ഈ പ്ലാറ്റ്ഫോമുകൾക്കും ബാധകമാകും. പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യയാണ് അച്ചടി മാധ്യമങ്ങളുടെ അധികാരി. ന്യൂസ് ബ്രോഡ്കാസ്റ്റേഴ്സ് അസോസിയേഷനാണ് ടെലിവിഷൻ മാധ്യമങ്ങളെ മോണിറ്റർ ചെയ്യുന്നത്. എന്നാൽ ഡിജിറ്റൽ കണ്ടന്റുകൾക്ക് ഇത്തരത്തിലൊരു സ്വതന്ത്ര നിരീക്ഷണ സ്ഥാപനം ഇല്ലായിരുന്നു. കഴിഞ്ഞ മാസം OTT പ്ലാറ്റ്ഫോമുകളെ നിരീക്ഷിക്കാൻ സ്വയംഭരണാധികാര സ്ഥാപനം വേണമെന്നാവശ്യപ്പെട്ട് സുപ്രീംകോടതിയിൽ വന്ന ഹർജിയിൽ കോടതി കേന്ദ്ര സർക്കാരിന്റെ പ്രതികരണം തേടിയിരുന്നു. ഇതിനു പിന്നാലെയാണ് കേന്ദ്ര സർക്കാർ ഉത്തരവ്. ഓൺലൈൻ ന്യൂസ് പോർട്ടലുകൾ, OTT പ്ലാറ്റ്ഫോമുകളായ ഹോട്ട്സ്റ്റാർ, നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈം വീഡിയോ തുടങ്ങിയവയെല്ലാം കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയത്തിന്റെ കീഴിലാകും. ന്യൂസ് ഡെസ്ക് CCTV. തെങ്ങ് കയറ്റ തൊഴിലാളി തെങ്ങിൽ നിന്ന് വീണ് മരിച്ചു. ഗുരുവായൂർ ഇരിങ്ങപ്പുറം അയ്യപ്പൻ തറയിൽ 47 വയസ്സുള്ള വത്സലനാണ് മരിച്ചത്. രാവിലെ 7:30യോടെയാണ് സംഭവം. ഇരിങ്ങപ്പുറം മൈത്രി നഗറിൽ തമ്പുരാൻ പടിക്കൽ ബാബുവിന്റെ വീട്ടിലെ തെങ്ങിൽ കയറിയ ഉടൻ മുകളിൽ നിന്ന് താഴെ വീഴുകയായിരുന്നു. നാട്ടുകാർ ചേർന്ന മുതുവട്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചിരുന്നു. ഗുരുവായൂർ SI AK രവിയുടെ നേതൃത്വത്തിൽ പോലീസ് എത്തി മേൽനടപടികൾ സ്വീകരിച്ചു.
ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന യുവാവ് മരിച്ചു. അകലാട് മുജാഹിദ് പള്ളിക്ക് പടിഞ്ഞാറ് ഭാഗത്ത് താമസിക്കുന്ന പാട്ടുരായ്ക്കൽ ഉമ്മറിന്റെ മകൻ ഷഹീറാണ് മരിച്ചത്. കഴിഞ്ഞ 5-ന് അണ്ടത്തോട് റെഡ് ഹൌസിന് സമീപം വെച്ചാണ് അപകടമുണ്ടായത്. ഷഹീറും കൂട്ടുകാരൻ സാലിഹും സഞ്ചരിച്ചിരുന്ന ബൈക്ക് മറ്റൊരു ചരക്ക് ഓട്ടോയിൽ തട്ടുകയും വാഹനം നിർത്താതെ പോവുകയുമായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. പരിക്ക് പറ്റിയ ഷഹീറിനെ മറ്റൊരു കാറിൽ കൊണ്ടുപോകുന്നതിനിടെ പിന്തുടർന്നെത്തിയ മുസ്തഫ സ്മാരക ഡ്രൈവേഴ്സ് യൂണിയൻ ആംബുലൻസ് പ്രവർത്തകർ വഴിമധ്യേ ആംബുലൻസിൽ കയറ്റി ചാവക്കാട് സ്വകാര്യ ആശുപത്രിയിൽ കൊണ്ടുപോയെങ്കിലും പരിക്ക് ഗുരുതരമായതിനെ തുടർന്ന് തൃശൂരിലെ എലൈറ്റ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. തിങ്കളാഴ്ചയാണ് മരണം സംഭവിച്ചത്. വടക്കേക്കാട് പോലീസ് റിപ്പോർട്ട് തയ്യാറാക്കി നടപടിക്രമങ്ങൾക്ക് ശേഷം അകലാട് പള്ളിയിൽ ഖബറടക്കം നടന്നു. ഫാത്തിമയാണ് മാതാവ്. CCTVയുടെ നേതൃത്വത്തിൽ ഏറെ തൊഴിൽ സാധ്യതയുള്ള ഒപ്റ്റിക്കൽ ഫൈബർ കോഴ്സ് ആരംഭിച്ചു. CCTV കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ CCTV ഡയറക്ടർ ബോർഡ് ചെയർമാനും സാങ്കേതിക വിദഗ്ധനുമായ KC ജോൺസൺ കോഴ്സിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. CCTV മാനേജിംഗ് ഡയറക്ടർ TV ജോൺസൺ അധ്യക്ഷനായി. CCTV ചാനൽ ഡയറക്ടർ KC ജോസ്, ഒപ്റ്റിക്കൽ ഫൈബർ ടെക്നീഷ്യനും കോഴ്സ് ഇൻസ്ട്രക്ടറുമായ KC ജെയിംസ്, കോഴ്സ് ട്യൂട്ടർ സരിത US എന്നിവർ സംസാരിച്ചു. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചാണ് ഒപ്റ്റിക്കൽ ഫൈബർ കോഴ്സ് ആരംഭിച്ചിരിക്കുന്നത്. 3 പതിറ്റാണ്ടിലേറെ കാലമായി കേബിൾ TV രംഗത്ത് പ്രവർത്തന പരിചയമുള്ള CCTV നടത്തുന്ന ഒപ്റ്റിക്കൽ ഫൈബർ കോഴ്സ് ഉദ്യോഗാർത്ഥികൾക്ക് മികച്ച പഠനാവസരമാണ് ഒരുക്കുന്നത്. കോഴ്സ് വിജയകരമായി പൂർത്തീകരിക്കുന്നവർക്ക് പ്ലേസ്മെന്റ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് CCTV. കടങ്ങോട് പഞ്ചായത്ത് മണ്ടംപറമ്പ് നായാടി കോളനിയിലെ വീടുകളുടെ പുനർനിർമ്മാണത്തിന് 60 ലക്ഷം രൂപ അനുവദിച്ചു. സംസ്ഥാന പട്ടികജാതി വികസന വകുപ്പാണ് 12 വീടുകൾ പുനർനിർമ്മിക്കുന്നതിനായി ഫണ്ട് അനുവദിച്ചത്. ഒരു റൂം, സിറ്റ് ഔട്ട്, കിച്ചൺ എന്നിവ നിർമ്മിച്ച് ടൈൽ വിരിച്ച് നൽകുന്നതാണ് പദ്ധതി. നിർമ്മിതി കേന്ദ്രമാണ് നിർമ്മാണ പ്രവർത്തനം നടത്തുന്നത്. കേരള നായാടി പ്രോഗ്രസീവ് ഓർഗനൈസേഷൻ സമിതിയുടെ നേതൃത്വത്തിൽ മണ്ടംപറമ്പ് നായാടി കോളനിയിൽ അവലോകന യോഗം നടന്നു. KNPO സംസ്ഥാന സമിതി മുൻ പ്രസിഡന്റ് AP സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് AP നരേന്ദ്രൻ അധ്യക്ഷനായി. സംസ്ഥാന ഉപദേശക സമിതി അംഗം PV പ്രകാശൻ, ചൊവ്വന്നൂർ ബ്ലോക്ക് പട്ടികജാതി ഓഫീസർ രജനി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ജർമ്മൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സംസ്ഥാനത്തെ 2ാമത്തെ റോഡ് നിർമ്മാണത്തിന് ചാവക്കാട് തുടക്കമായി. കോൾഡ് മില്ലിംഗ് മെഷീൻ എന്ന പുത്തൻ ജർമ്മൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ദേശീയപാത 66 ചാവക്കാട് മുതൽ തളിക്കുളം വരെയുള്ള റോഡ് റീടാറിംഗ് നടത്തുന്നത്. 6.5 കോടി രൂപ വില വരുന്ന ജർമ്മൻ നിർമ്മിത കോൾഡ് മില്ലിംഗ് മെഷീൻ ഉപയോഗിച്ച് ദേശീയപാത 66 ചാവക്കാട് ടൗൺ മുതൽ തളിക്കുളം വരെ 17 കിലോമീറ്റർ റോഡാണ് നവീകരിക്കുന്നത്. തമിഴ്നാട്ടിലെ ഈ റോഡിലുള്ള കാവേരി കൺസ്ട്രക്ഷനാണ് പ്രവൃത്തിയുടെ ചുമതല. ആദ്യമായി ആലപ്പുഴയിലാണ് ഈ ജർമ്മൻ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് പരീക്ഷണം നടത്തിയത്. അവിടെ സാങ്കേതികവിദ്യ വിജയം കണ്ടുവെന്നാണ് പറയുന്നത്. വെള്ളം കെട്ടിനിൽക്കുന്ന ഭാഗങ്ങളിൽ റോഡ് പൊളിയുന്ന അവസ്ഥ ഇനി ഉണ്ടാകില്ല. നിർമ്മാണ ചെലവ് കുറയ്ക്കൽ, വേഗത്തിൽ പണി തീർക്കാൻ കഴിയും എന്നിങ്ങനെയാണ് ഈ സാങ്കേതികവിദ്യയുടെ പ്രത്യേകത. നിലവിലുള്ള റോഡിന്റെ മുകളിലത്തെ പാളി പൊളിച്ചെടുത്ത് ആ മിശ്രിതം അവിടെ തന്നെ ഉറപ്പിക്കുന്നതാണ് കോൾഡ് മില്ലിങ്ങിന്റെ രീതി. റോഡിന് മുകളിൽ മെറ്റൽ വിരിക്കുകയും പിന്നീട് അതിനു മുകളിൽ സിമന്റ് വിതറുകയുമാണ് ചെയ്യുക. തുടർന്ന് മെഷീൻ ഉപയോഗിച്ച് റോഡിന്റെ 10 സെന്റിമീറ്റർ ആഴത്തിൽ കുഴിച്ചെടുക്കും. ഇപ്രകാരം കുഴിച്ചെടുത്ത മിശ്രിതത്തിൽ ടാറും വെള്ളവും ചേർത്ത് ഇതിനെ വീണ്ടും റോഡിലേക്ക് വിരിക്കുന്ന പ്രവൃത്തിയാണിത്. പിന്നീട് റോഡിന് മുകളിൽ ടാർ ഉപയോഗിച്ച് മിനുസപ്പെടുത്തും. സാധാരണ ഉപയോഗിക്കുന്ന BNBCയേക്കാൾ ഉറപ്പേറിയതും ദീർഘകാലം നിലനിൽക്കുന്നതുമാണിതെന്ന് അധികൃതർ പറയുന്നു. നിർമ്മാണ ചെലവ് കുറയ്ക്കാനും പെട്ടെന്ന് പണി പൂർത്തീകരിക്കാനും ഇതിലൂടെ സാധിക്കും. ഇവിടെ നടത്തുന്ന പരീക്ഷണം കൂടി വിജയിച്ചാൽ കേരളത്തിലെ മുഴുവൻ ദീർഘദൂര റോഡുകളും ഈ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് പണി ചെയ്യുമെന്നാണ് അധികൃതർ പറയുന്നത്. CCTV ന്യൂസ്, ചാവക്കാട്. ദുബായ് ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ നേതൃത്വത്തിൽ ദുബായിൽ നടക്കുന്ന അന്താരാഷ്ട്ര അറബിക് വായന മത്സരത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്ന ഫയാസ് എടക്കഴിയൂരിനെ മുസ്ലിം ലീഗ് പുന്നൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. ചടങ്ങിൽ മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സുലൈമു വലിയകത്ത്, ചീനപ്പുള്ളി മൊയ്തുട്ടി ഹാജി, ജനറൽ സെക്രട്ടറി V അബ്ദുൽ സലാം, ഖജാൻജി C മുഹമ്മദ് അലി, ഉപാധ്യക്ഷൻ KK ഷംസുദ്ദീൻ, പ്രവാസി ലീഗ് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ഷാഫി എടക്കഴിയൂർ, വാർഡ് പ്രസിഡന്റ് മുസ്തഫ തങ്ങൾ, സെക്രട്ടറി RV ഹനീഫ എന്നിവർ പങ്കെടുത്തു. കുന്നുംകുളം തുറക്കുളം മാർക്കറ്റിൽ നഗരസഭയുടെ നേതൃത്വത്തിൽ നേരിട്ട് ഫീസ് പിരിവ് ആരംഭിച്ചു. പെട്ടിക്ക് പുറമെ വാഹനങ്ങൾക്ക് നിശ്ചയിച്ചിരുന്ന തുക നൽകാൻ കമ്മീഷൻ ഏജന്റുമാർ തയ്യാറാകാത്ത സാഹചര്യത്തിൽ തർക്കം നീണ്ടുപോകാനാണ് സാധ്യത. ഇതോടെയാണ് തിങ്കളാഴ്ച മുതൽ ലേലത്തിലെ നിബന്ധനകൾ അനുസരിച്ച് നഗരസഭ നേരിട്ട് ഫീസ് പിരിച്ചെടുക്കാൻ ആരംഭിച്ചത്. 1994 രേഖകൾ പ്രകാരം മാർക്കറ്റിലെത്തുന്ന വാഹനങ്ങൾക്കും അതിനുള്ളിലെ പെട്ടികൾക്കും ഫീസ് നൽകണമെന്നാണ് നിബന്ധന. എന്നാൽ ഇത് നൽകാൻ കമ്മീഷൻ ഏജന്റുമാർ തയ്യാറായിട്ടില്ല. കരാറുകാരനും കമ്മീഷൻ ഏജന്റുമാരും തമ്മിലുള്ള തർക്കം കോടതി പരിഗണനയിലായിരുന്നു. കരാർ നിബന്ധനകൾ പ്രകാരം ഫീസ് പിരിക്കുന്നതിനാണ് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നത്. പണം നൽകാൻ തയ്യാറാകാത്തത് ഹൈക്കോടതിയെ അറിയിക്കും.
2 ഫീസുകളും കൂടി അടയ്ക്കാൻ തയ്യാറാകാത്ത സാഹചര്യത്തിൽ മാർക്കറ്റ് അടച്ചിടൽ ഉൾപ്പെടെ നടത്താനും ആലോചനയുണ്ട്. ആനയിക്കൽ KB പ്രേമനാണ് കഴിഞ്ഞ മാർച്ചിൽ ലേലത്തിൽ 20 ലക്ഷം രൂപയ്ക്ക് ഫീസ് പിരിവ് കരാറെടുത്തിരുന്നത്. മാർക്കറ്റിലെത്തുന്ന വാഹനത്തിനും അതിനുള്ളിലെ മീൻ നിറച്ച പെട്ടിക്കും ഫീസ് നൽകാനാകില്ലെന്നായിരുന്നു ഏജന്റുമാരുടെ വാദം. ഇതിനെ തുടർന്നുള്ള തർക്കത്തിൽ ലോക്ഡൌൺ കഴിഞ്ഞ് മാർക്കറ്റ് പ്രവർത്തനം തുടങ്ങിയിട്ടും ഫീസ് പിരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഈ തുക കമ്മീഷൻ ഏജന്റുമാരിൽ നിന്നും ഈടാക്കാമെന്നാണ് കഴിഞ്ഞ ദിവസം ചേർന്ന കൗൺസിൽ തീരുമാനം. ഫീസ് പിരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ കരാറുകാരന് അടച്ച തുക തിരിച്ചു നൽകുന്നതിനും കൗൺസിൽ തീരുമാനിച്ചിരുന്നു. കരാറുകാരനുമായുള്ള തർക്കം അവസാനിച്ചാലും കമ്മീഷൻ ഏജന്റുമാരും നഗരസഭയുമായുള്ള തർക്കം നിലനിൽക്കാനാണ് സാധ്യത. CCTV ന്യൂസ് കുന്നംകുളം. കുഴിയിൽ വീണ ബൈക്ക് നിയന്ത്രണം വിട്ട് മറിഞ്ഞ യാത്രികന് പരിക്ക്. വെട്ടുകാട് പൊന്നാരശ്ശേരി വീട്ടിൽ അപ്പുവിന്റെ മകൻ ബൈജുവിനാണ് പരിക്കേറ്റത്. ചൊവ്വാഴ്ച വൈകിട്ട് 7 മണിയോടെയായിരുന്നു അപകടം. കൈപ്പറമ്പ് പെട്രോൾ പമ്പിന് സമീപം റോഡിലെ കുഴിയിൽ ചാടിയാണ് ബൈക്ക് മറിഞ്ഞത്. പരിക്കേറ്റ യുവാവിനെ കേച്ചിരി ആക്ട്സ് പ്രവർത്തകർ മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നെൽവിത്തിന് മുളകുറവ്. കാട്ടകാമ്പാൽ മേഖലയിലെ കോൾപ്പടവ് കർഷകർ ആശങ്കയിൽ. പുഞ്ചകൃഷിക്ക് വിത്തിടാനായി കൊണ്ടുവന്ന നെൽവിത്തിന് മുള കുറഞ്ഞതാണ് കർഷകരെ ആശങ്കയിലാഴ്ത്തുന്നത്. ദേശീയ സീഡ് അതോറിറ്റിയിൽ നിന്ന് കൊണ്ടുവന്ന ഉമാ നെൽവിത്തുകളാണ് പകുതി പോലും മുളയ്ക്കാത്തത്. കർഷകർക്ക് വിതരണം ചെയ്യും മുമ്പ് കോൾപ്പടവ് സമിതികൾ പരീക്ഷണാർത്ഥം വിത്ത് മുളപ്പിച്ചപ്പോഴാണ് നെൽവിത്തുകൾ മുളയ്ക്കുന്നത് കുറവാണെന്ന് കണ്ടെത്തിയത്. കാട്ടകമ്പൽ പഞ്ചായത്തിൽ 35 ടൺ ഉമാ വിത്താണ് ദേശീയ സീഡ് അതോറിറ്റിയിൽ നിന്ന് കൊണ്ടുവന്നത്. പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിയ വിത്ത് കർഷകർക്ക് സൗജന്യമായാണ് വിതരണം ചെയ്യുന്നത്. മേഖലയിൽ ആദ്യം കൃഷിയിറക്കുന്ന പഴഞ്ഞി ചിറ്റത്താഴം കോൾപ്പടവ്, ചെറുതുരുത്തി വട്ടക്കായൽ കോൾപ്പടവ്, പെരുന്തുരുത്തി കരിയപ്പാടം കോൾപ്പടവ് എന്നിവിടങ്ങളിലാണ് കോൾ സംഘങ്ങൾ വിത്ത് മുളപ്പിച്ച് നോക്കിയത്. സാധാരണയായി നെൽവിത്തുകൾ 85 മുതൽ 95% വരെ മുളയ്ക്കാറുണ്ടെന്ന് കർഷകർ പറയുന്നു. പാതി മാത്രം മുളയ്ക്കുന്ന വിത്ത് വിതയ്ക്കാനാവില്ലെന്ന് കർഷകരായ വട്ടക്കായൽ കോൾപ്പടവ് സെക്രട്ടറി മുരളീധരനും പ്രസിഡന്റ് സതീശനും പറഞ്ഞു. വിത്ത് തന്നതിൻ്റെ ഇതിൻ്റെ പരിശോധിച്ചപ്പോൾ മുള കുറവാണെന്ന് ഈ പരാതി ഞങ്ങൾ കൃഷി ഓഫീസിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് മാറ്റിത്തരാം എന്നവർ പറഞ്ഞിട്ടുണ്ട്, സാധനം പറഞ്ഞിട്ട്. പിന്നെ ഇതിൻ്റെ എന്ന് മാറ്റിത്തരും എന്നത് വന്നിട്ട് ഇതുവരെ ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. പ്രാവശ്യം വിതരണം ചെയ്ത വിത്ത് 50% പോലും അതിന് മുള കിട്ടിയിട്ടില്ല. ഞങ്ങൾ മുളപ്പിച്ച് നോക്കി. കഴിഞ്ഞ വർഷം 80% മുള കിട്ടിയിട്ടുള്ളതാണ്. 16-ാം തീയതി ഞങ്ങൾ വിത്ത് ഇടാൻ തീരുമാനിച്ചിട്ടുള്ളതാണ്. എത്രയും പെട്ടെന്ന് വിത്ത് കിട്ടിയാൽ മാത്രമേ ഞങ്ങൾക്ക് കൃഷി ഇറക്കാൻ സാധിക്കുള്ളൂ. വൈകുന്തോറും ഞങ്ങൾക്ക് ജലക്ഷാമം നേരിടേണ്ടി വരും. പടവുകളിൽ പമ്പിംഗ് പൂർത്തിയായി വരികയാണ്. എത്രയും വേഗം മുളയ്ക്കാത്ത വിത്തിന് പകരം നല്ല വിത്ത് വിതരണം ചെയ്യണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടു. CCTV ന്യൂസ് പെരുമ്പിലാവ്. സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകനും പ്രാദേശിക ചരിത്ര അന്വേഷണങ്ങളുമായിരുന്ന കേച്ചേരി പെരുമണ്ണ് ചുള്ളിയിൽ വീട്ടിൽ പത്മനാഭൻ എഴുത്തച്ഛന് കേച്ചേരി റിക്രിയേഷൻ സെന്റർ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. പത്മനാഭൻ എഴുത്തച്ഛന്റെ ചിത്രമൊരുക്കിയുള്ള അനുസ്മരണ ചടങ്ങിൽ ഡോക്ടർ മാത്യു ചെറുവത്തൂർ അധ്യക്ഷത വഹിച്ചു. മുൻ പഞ്ചായത്ത് അംഗം PV വിശ്വംഭരൻ, റസാഖ് കേച്ചേരി, സതീഷ് കുമാർ, വിനോദ് കുമാർ, K കൈമൾ, നിഷ സുധീർ, P ഗോപിനാഥൻ എന്നിവർ പങ്കെടുത്തു. ആക്ട്സ് ഗുരുവായൂർ ബ്രാഞ്ചിന് കീഴിലുള്ള 21 യൂണിറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് തുടങ്ങി. കിഴക്കേ നട യൂണിറ്റിന്റെ വാർഷികവും തെരഞ്ഞെടുപ്പ് നടപടികളും ബ്രാഞ്ച് പ്രസിഡന്റ് CD ജോൺസൺ ഉദ്ഘാടനം ചെയ്തു. തമ്പുരാൻപടി, കണ്ടാണശ്ശേരി യൂണിറ്റുകളിൽ സെക്രട്ടറി പ്രസാദ് പട്ടണത്തും ഉദ്ഘാടനം നിർവഹിച്ചു. ഫാദർ ഡേവിസ് ചിറമലിന്റെ ക്ലോത്ത് ചലഞ്ചിലേക്ക് കിഴക്കേനട യൂണിറ്റ് വസ്ത്രങ്ങൾ നൽകി. യൂണിറ്റ് പ്രസിഡന്റ് KB ഷൈജുവിൽ നിന്ന് ബ്രാഞ്ച് പ്രസിഡന്റ് CD ജോൺസൺ ഏറ്റുവാങ്ങി. മുഴുവൻ ബ്രാഞ്ചുകളിൽ നിന്നും വസ്ത്രങ്ങൾ ശേഖരിച്ച് ഫാദർ ഡേവിസ് ചിറമലിന് കൈമാറും. സുരേഷ് ചങ്കത്ത, V വിജയൻ, MB സുനിൽകുമാർ, KP ഗോപികൃഷ്ണ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഭരണകാലാവധി പൂർത്തിയാക്കിയ എരുമപ്പെട്ടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും 1-ാം വാർഡ് മെമ്പറുമായ K ഗോവിന്ദൻകുട്ടിക്കും ബ്ലോക്ക് മെമ്പർ സെഫീന അസീസിനും വാർഡ് കോൺഗ്രസ് കമ്മിറ്റി സ്വീകരണം നൽകി. 5 വർഷക്കാലം വാർഡിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ കണക്കിലെടുത്താണ് സ്വീകരണവും അനുമോദനവും സംഘടിപ്പിച്ചത്. വാർഡ് പ്രസിഡന്റ് AU റസാഖ്, ബൂത്ത് പ്രസിഡന്റ് ബാലകൃഷ്ണൻ, ആൽഫ ബിജു, K ശങ്കരൻകുട്ടി മാസ്റ്റർ, വിനോദിനി പാലക്കൽ, വർഗീസ്, ജോസ്, നിസീമ, സുജാത തുടങ്ങിയവർ പങ്കെടുത്തു. ഗുരുവായൂരിൽ 6 മാസം മുമ്പ് ടാറിംഗ് നടത്തിയ റോഡ് വെട്ടിപ്പൊളിക്കുന്നത് വാർഡ് കൌൺസിലറുടെ നേതൃത്വത്തിൽ നാട്ടുകാർ തടഞ്ഞു. നഗരസഭ 14-15 വാർഡുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന
കസ്തൂർബ സെക്കൻഡ് സ്ട്രീറ്റ് റോഡാണ് അഴുക്കുചാൽ പദ്ധതിക്കായി വീണ്ടും വെട്ടിപ്പൊളിച്ചത്. വർഷങ്ങൾക്ക് മുമ്പ് അഴുക്കുചാൽ പദ്ധതിക്ക് പൈപ്പിട്ട മാൻഹോളുകളും സ്ഥാപിച്ച റോഡ് 6 മാസം മുമ്പാണ് ടാറിംഗ് നടത്തിയത്. ഇരുഭാഗത്തും കാന നിർമ്മാണവും പൂർത്തീകരിച്ചിരുന്നു. ഉച്ചയോടെ കരാറുകാരെത്തി ഗതാഗതം നിർത്തിവെപ്പിച്ച റോഡ് JCB ഉപയോഗിച്ച് വെട്ടിപ്പൊളിക്കുകയായിരുന്നു. റോഡും കാനകളും തകർന്നതോടെ വാർഡ് കൗൺസിലർ അനിൽകുമാർ ചിറക്കലിന്റെ നേതൃത്വത്തിൽ കരാറുകാരെ ചോദ്യം ചെയ്തു. കരാറുകാർ വ്യക്തമായ ഉത്തരം നൽകാതായതോടെ നാട്ടുകാർ പണി തടയുകയായിരുന്നു. പൊളിച്ച റോഡ് എന്ന പൂർവ്വസ്ഥിതിയിലാക്കി തരുമെന്ന് ഉറപ്പ് നൽകാതെ പണി തുടരാൻ അനുവദിക്കില്ലെന്ന് അനിൽകുമാർ പറഞ്ഞു. ഇതൊരു 6 മാസം മുമ്പ് ഈ ഭാഗം പൊളിക്കുകയും അന്ന് റെഡിയാവാതെ പോയിട്ട് വീണ്ടും രണ്ടാമത് വന്ന് പൊളിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അവർക്ക് തന്നെ ഏത് ഭാഗത്താണ് പൊളിക്കേണ്ടതെന്നോ എവിടെയാണ് പൈപ്പ് ഇട്ടതെന്നോ ഈ വന്നവർക്ക് അറിയുന്നില്ല. അതുകൊണ്ട് എല്ലാ ഭാഗങ്ങളും പൊളിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവർ. ആ നടപടി ശരിയല്ല. ശക്തമായി ജനങ്ങളുടെ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഞങ്ങൾ ഇന്ന് തടഞ്ഞിട്ടുള്ളത്. ഉദ്യോഗസ്ഥന്മാർ വന്ന് ഇത്ര ദിവസങ്ങളിൽ തീർത്തരുന്ന് പറയാല്ലാതെ ഇതിനൊരു പരിഹാരം ഉണ്ടാവില്ല എന്നാണ് നാട്ടുകാരുടെ ഒരു അഭിപ്രായം. കൗൺസിലർ എന്ന നിലയ്ക്ക് ഇത് ഇന്നത്തോടെ അവസാനിക്കുന്ന ഒരു സ്ഥിതിയും ഇവർ ആരോടും പറയാതെ ഒരു മുന്നറിയിപ്പില്ലാതെ റോഡൊന്ന് പൊളിച്ച് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു രീതി ശരിയല്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. CCTV ന്യൂസ്, ഗുരുവായൂർ. ഏകാദശിയുടെ ഭാഗമായി രാത്രിയും പകലും ഇടതടവില്ലാതെ കർണാട്ടിക് സംഗീതം അലയടിക്കേണ്ട ഗുരുപവനപുരിയെ കോവിഡ് നിശബ്ദമാക്കി. 15 ദിവസങ്ങളിലായി നടക്കേണ്ടിയിരുന്ന ചെമ്പൈ സംഗീതോത്സവത്തിന് ഇത്തവണ തിരിതെളിഞ്ഞില്ല. ചൊവ്വാഴ്ച വൈകിട്ട് സംഗീതോത്സവത്തിന്റെ ഉദ്ഘാടനം നടക്കേണ്ടതായിരുന്നു. ബുധനാഴ്ച പുലർച്ചെ ക്ഷേത്രം നാലമ്പലത്തിനകത്ത് നിന്ന് കൊണ്ടുവരുന്ന അഗ്നി സംഗീതോത്സവ മണ്ഡപമായ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലെ നിലവിളക്കിലേക്ക് പകരുന്നതോടെ കച്ചേരി ആരംഭിക്കും. തുടക്കക്കാരും പ്രഗത്ഭരുമായവരുമടക്കം 3000-ഓളം പേരാണ് സംഗീതാർച്ചനയിൽ പങ്കെടുക്കാറുള്ളത്. പുലർച്ചെ തുടങ്ങുന്ന സംഗീതാർച്ചന ദിവസവും അർദ്ധരാത്രിക്ക് ശേഷമാണ് സമാപിക്കുക. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഇത്തവണ സംഗീതോത്സവം ഒഴിവാക്കി. നവമി, ദശമി, ഏകാദശി നാളുകളിൽ മാത്രം ഇടവിട്ട് കച്ചേരി അവതരിപ്പിച്ച് ചടങ്ങ് മാത്രമായാണ് നടക്കുക. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ സ്മരണയ്ക്കായാണ് ദേവസ്വം ചെമ്പൈ സംഗീതോത്സവം നടത്തുന്നത്. 6 പതിറ്റാണ്ടോളമായി ഗുരുവായൂരപ്പന് മുന്നിൽ സംഗീതാർച്ചന നടത്തിയിരുന്ന ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ 1974 മരിച്ച ശേഷമാണ് സംഗീതോത്സവം ദേവസ്വം ഏറ്റെടുത്ത് നടത്തുന്നത്. CCTV ന്യൂസ്, ഗുരുവായൂർ. നീറ്റ് പരീക്ഷയിൽ കേരളത്തിൽ 81ാം റാങ്ക് കരസ്ഥമാക്കിയ മോർഷിദയെ ചാലിശ്ശേരി ജനമൈത്രി പോലീസ് അനുമോദിച്ചു. കൂറ്റനാട് കല്ലറക്കൽ ഷാഫി നിവാസിൽ ചാലിശ്ശേരി KSCB സീനിയർ അസിസ്റ്റന്റ് സൂപ്രണ്ട് ഷാഹിദ ദമ്പതികളുടെ ഇളയ മകളാണ് S മുർഷിദ. ചാലിശ്ശേരി SHO A പ്രതാപ് മൊമെന്റോ നൽകി. ചടങ്ങിൽ സബ് ഇൻസ്പെക്ടർ നിഖിൽ, ബീറ്റ് ഓഫീസർമാരായ A ശ്രീകുമാർ, VR രതീഷ്, സിവിൽ പോലീസ് ഓഫീസർ ഉകാഷ് എന്നിവരും സന്നിഹിതരായിരുന്നു. അരനൂറ്റാണ്ടിലധികം പഴക്കമുള്ള മുട്ടിക്കൽ ചിറ പാലം അപകടാവസ്ഥയിൽ. പാലത്തിന്റെയും ചിറയുടെയും ശോചനീയാവസ്ഥ ചൂണ്ടിക്കാട്ടി നാട്ടുകാർ നിരന്തരം പരാതി നൽകിയിട്ടും അധികൃതർ നടപടിയെടുക്കാത്തതിനെതിരെ പ്രതിഷേധം ശക്തം. എരുമപ്പെട്ടി പഞ്ചായത്തിലെ കുണ്ടന്നൂരിലാണ് മുട്ടിക്കൽ ചിറ പാലം സ്ഥിതി ചെയ്യുന്നത്. ഒരു വാഹനത്തിന് മാത്രം കഷ്ടിച്ച് കടന്നുപോകാൻ മാത്രം വീതിയാണ് പാലത്തിനുള്ളത്. പാലത്തിന്റെ വശങ്ങളിലുള്ള ഇരുമ്പ് കൈവരികൾ കാലപ്പഴക്കം കൊണ്ട് തുരുമ്പെടുത്ത് നശിച്ച നിലയിലാണ്. അതിനാൽ തന്നെ ഇരുചക്രവാഹന യാത്രക്കാർ ഉൾപ്പെടെയുള്ളവർ ജീവൻ പണയം വെച്ചാണ് ഇതിലൂടെ കടന്നുപോകുന്നത്. പാലത്തിന്റെ മെയിൻ സ്ലാബിൽ പലയിടത്തും പൊട്ടിപ്പൊളിഞ്ഞിട്ടുണ്ട്. പാലത്തിനടിയിലെ കോൺക്രീറ്റ് ആവരണം അടർന്നുപോയി തുരുമ്പെടുത്ത് കമ്പികൾ പുറത്തു കാണുന്നുണ്ട്. അപകട സൂചന അറിയിക്കാൻ പാലത്തിനിരുവശത്തും മുൻപ് റിഫ്ലക്ടറുകൾ സ്ഥാപിച്ചിരുന്നുവെങ്കിലും ഇപ്പോൾ ഇവയില്ല. പാലത്തിന്റെയും ചിറയുടെയും അപകടാവസ്ഥയെക്കുറിച്ച് നിരവധി പരാതികൾ നാട്ടുകാർ നൽകിയിരുന്നുവെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ല. തുടർന്ന് നാട്ടുകാരുടെ നേതൃത്വത്തിൽ പാലത്തിന്റെ അപകട സൂചന അറിയിക്കാൻ അരങ്ങുകെട്ടുകയും ചെയ്തു. വാഴാനി പുഴ സംരക്ഷണത്തിന്റെ ഭാഗമായി പുതിയ പാലത്തിനും ചിറയ്ക്കും പദ്ധതിയുണ്ടായിരുന്നുവെങ്കിലും പ്രഖ്യാപനങ്ങളിൽ ഒതുങ്ങുകയാണുണ്ടായതെന്നും ആരോപണമുണ്ട്. CCTV ന്യൂസ്, എരുമപ്പെട്ടി. കടങ്ങോട് പഞ്ചായത്തിലെ 16ാം വാർഡ് മരത്തംകോട് അതിരൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിട്ടിരുന്ന മെയിൻ റോഡ് പ്രദേശത്ത് വായനശാല കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമാക്കിയ വാർഡ് മെമ്പർ KK മണിയെ ഗുണഭോക്തൃ സമിതി ആദരിച്ചു. സമിതി പ്രസിഡന്റ് ഡോക്ടർ ജോൺസൺ ആളൂർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഭാരവാഹികളായ അനൂപ് K, സക്കറിയ, വർഗീസ് KM, മുഹമ്മദ് കുഞ്ഞ്, PV മുഹമ്മദ് കുട്ടി എന്നിവർ സംസാരിച്ചു. അനാഥ ബാല്യങ്ങൾക്ക് സ്നേഹ സമ്മാനവുമായി സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള കേഡറ്റുകളാണ് അനാഥ കുട്ടികൾക്ക് സാന്ത്വനവുമായി മാറുന്നത്.
സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളെ സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലേക്ക് അടുപ്പിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് SPC നേതൃത്വം അനാഥബാല്യങ്ങൾക്കൊരു കൈത്താങ് എന്ന പദ്ധതി നടപ്പിലാക്കുന്നത്. SPC യൂണിറ്റും മുൻ വർഷങ്ങളിലെ കേഡറ്റുകളും ചേർന്നാണ് സഹായ പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത്. ബിസ്ക്കറ്റ്, ബേബി ഫുഡ്, പാൽപ്പൊടി ഉൾപ്പെടെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ, സോപ്പ്, ടൂത്ത് ബ്രഷ്, ടൂത്ത് പേസ്റ്റ്, ഡയപ്പർ ഉൾപ്പെടെയുള്ള നിത്യോപയോഗ വസ്തുക്കൾ, പഠനോപകരണങ്ങൾ എന്നിവയാണ് സമാഹരിക്കുന്നത്. വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും പദ്ധതിയിൽ പങ്കാളികളാണ്. വ്യാപാരികളുടെയും ഓട്ടോത്തൊഴിലാളികളുടെയും നാട്ടുകാരുടെയും സഹകരണവും തേടുന്നുണ്ട്. പ്രധാനാധ്യാപകൻ A. അബ്ദുൽ മജീദ് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ OSA സെക്രട്ടറി ഫരീദ് അലി ആദ്യ സഹായ സമർപ്പണം നടത്തി. കലാവേദി ചെയർമാൻ റഷീദ് എരുമപ്പെട്ടി മുഖ്യാതിഥിയായിരുന്നു. SPC യൂണിറ്റ് CPO NP സുനിൽകുമാർ, അധ്യാപകൻ ജയകുമാർ, ACPO PC ശ്രീജ എന്നിവർ പങ്കെടുത്തു. മുൻ SPC കേഡറ്റുകളായ MJ അഞ്ജന, ഫെസ്റ്റി ഫ്രാൻസിസ്, ജസ്റ്റോ ജോസ്, യദു കൃഷ്ണ, VS സുശ്രുത എന്നിവർ നേതൃത്വം നൽകി. CCTV ന്യൂസ് എരുമപ്പെട്ടി. കോട്ടോൽ വരിയുള്ളാഹി ഷംസുൽ ആരിഫിൻ ബീരാവുണ്ണി മുസ്ലിയാരുടെ ഓർമ്മ പുതുക്കി നടന്ന 45-ാം ആണ്ട് നേർച്ച സമാപിച്ചു. കോവിഡ് സാഹചര്യത്തിൽ ഓൺലൈനായാണ് പ്രഭാഷണവും ദുആ സമ്മേളനവും നടത്തിയത്. ദുആ സമ്മേളനത്തിൽ മഹല്ല് ഖത്തീബ് ഉസ്താദ് സുലൈമാൻ അൻവരി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. കോട്ടോൽ മഹല്ല് കമ്മിറ്റിയുടെ കീഴിൽ നടന്നുവരുന്ന സാബിരിയ തഹ്ഫീലുൽ ഖുർആൻ കോളേജിൽ നിന്നും ഖുർആൻ മനഃപ്പാഠമാക്കിയ മഹല്ല് നിവാസികളായ 15 വിദ്യാർത്ഥികളെ ആണ്ടുനേർച്ചയുടെ ഭാഗമായി ചടങ്ങിൽ ആദരിച്ചു. മഹല്ല് സെക്രട്ടറി EA ഹനീഫ ഹാജി, പ്രസിഡന്റ് KK ഹനീഫ ഹാജി, റിഫായിൻ കോട്ടോൽ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഗുരുവായൂരിൽ വീട്ടിൽ വളർത്തിയിരുന്ന പോത്തിന്റെ കുത്തേറ്റ് ഗൃഹനാഥന് സാരമായി പരിക്കേറ്റു. മാവിൻചുവട മുളയ്ക്കൽ വീട്ടിൽ 63 വയസ്സുള്ള മൊയ്തീൻകുട്ടിക്കാണ് പരിക്കേറ്റത്. ഉച്ചയ്ക്ക് 2:30-യോടെയാണ് സംഭവം. വെള്ളം നൽകുന്നതിനിടെ മുറയിനത്തിൽപ്പെട്ട പോത്ത് മൊയ്തീൻകുട്ടിയെ കുത്തുകയായിരുന്നു. വലത്തെ കൈയുടെ മുട്ടിന് മുകളിൽ കുത്തേറ്റ അവശനിലയിലായ മൊയ്തീൻകുട്ടിയെ ആക്ട്സ് പ്രവർത്തകർ തൃശൂർ എലൈറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപൂർവ ചിത്രശലഭം കൗതുക കാഴ്ചയായി. ചൊവ്വന്നൂർ അയ്യപ്പത്ത് റോഡിലെ ഷാൻവില്ലയിൽ മുസ്തഫയുടെ വീട്ടിലാണ് ചിത്രശലഭത്തെ കണ്ടത്. കുന്നംകുളം ഗ്രീൻ ഗാർഡനിൽ ഷാജിയാണ് ഈ അപൂർവ ശലഭത്തെ കണ്ടെത്തിയത്. പട്ടാള വസ്ത്രമൊടുത്ത പോലെ തോന്നിക്കുന്ന ശലഭം കാഴ്ചക്കാർക്ക് അപൂർവ വിരുന്നായി. ഇനി നവമാധ്യമ കാഴ്ച. ശ്വാനന്മാരെ ദേഷ്യം പിടിപ്പിച്ച് പൂച്ചകൾ ഇനി മരത്തിൽ കയറി രക്ഷപ്പെടാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് വെറുതെയാണ്. വാഴയിൽ കയറി രക്ഷപ്പെടാമെന്ന് കരുതിയ പൂച്ചയെ വാഴ തുരത്തി വീഴ്ത്തി ഓടിക്കുന്ന രസകരമായ ദൃശ്യം അയച്ചിരിക്കുന്നത് പെലക്കാട്ടുപേരിൽ നിന്നും സുമി ജൂഡിഷ്. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് വിൽക്കുന്ന വില 4700 രൂപ. സ്വർണം ഗ്രാമിന് വാങ്ങുന്ന വില 4690 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. ചരമം. പുന്നൂർകുളം ചമ്മന്നൂർ കളരിപ്പറമ്പിൽ അഷ്റഫ് നിര്യാതനായ 53 വയസ്സായിരുന്നു. ഖബറടക്കം ചമ്മന്നൂർ ജുമാ മസ്ജിദിൽ നടത്തി. സുലേഖ ഭാര്യയും റസാഖ്, റാഷിദ, റാബിയ എന്നിവർ മക്കളുമാണ്. ഗുരുവായൂർ പുത്തമ്പള്ളി കിടങ്ങൻ ലാസർ നിര്യാതനായ 76 വയസ്സായിരുന്നു. സംസ്കാരം ഗുരുവായൂർ സെന്റ് ആന്റണീസ് പള്ളി സെമിത്തേരിയിൽ നടത്തി. സിലിനയാണ് ഭാര്യ. മനോജ്, ബിജു, ബിന്ദു, ബാബു എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ കാലാവധിക്ക് സമാപനം. വ്യാഴാഴ്ച മുതൽ ഉദ്യോഗസ്ഥ ഭരണം. അവസാന ദിനം നടന്ന പഞ്ചായത്ത് യോഗങ്ങൾ വികാരനിർഭരം. തദ്ദേശ തിരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം വ്യാഴാഴ്ച ഇറങ്ങും. വ്യാഴാഴ്ച മുതൽ ഈ മാസം 19 വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. നാട് തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക്. പലയിടത്തും സീറ്റ് വിഭജനം പൂർത്തിയായെങ്കിലും സ്ഥാനാർത്ഥി നിർണയം വൈകുന്നു. സംസ്ഥാനത്ത് ഇന്ന് 7007 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 6152 പേർക്ക് സമ്പർക്കം മൂലം രോഗബാധ.
7252 പേർക്ക് രോഗമുക്തി, 29 മരണങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്തു. തൃശൂർ ജില്ലയിൽ 966 പേർക്ക് കൂടി കോവിഡ്, 943 പേർ രോഗമുക്തരായി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റ് CCTV online സന്ദർശിക്കുക. നമസ്കാരം.